വിദ്യാസാഗർ ടെൻഷൻ അണ്ണന്മാർ കൊലപാതകികൾ ആണെങ്കിലും അവരിൽ സർഗാത്മകതയുണ്ടെങ്കിൽ അവർക്കൊരവസരം കൊടുത്തേ മതിയാവൂ എന്നാണ് അഡ്വക്കേറ്റ് അസ്കറിൻ്റെ പ്രശ്നം. അല്ല, അദ്ദേഹം പറഞ്ഞ ആ വാദത്തോട് എനിക്ക് വിയോജിപ്പില്ല. കാരണം ഏതൊരു മനുഷ്യനും അവന്റെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുക്കണം, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അതിനോട് അനുബന്ധമായിട്ട് പറഞ്ഞൊരു കാര്യം ശ്രീജിത്തിനെ പോലെയുള്ളവരെ അകറ്റി നിർത്തേണ്ടതാണെന്നാണ്. അതായത് ക്രിമിനൽ കേസുകളിൽ ബുക്ക്ഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ ശിക്ഷ അനുഭവിച്ചവർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ അകറ്റി നിർത്തപ്പെടേണ്ടതാണെന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പിണറായി വിജയനെ ആദ്യം അകറ്റി നിർത്തണ്ടേ എന്ന അനിൽജിയുടെ മറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാതെ നല്ല മെയ്വഴക്കത്തോടെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഇവിടെ നേരത്തെ അദ്ദേഹം അസ്കർജി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, മിഷണറിമാരാണ് ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ലോകപ്രസിദ്ധമായ അല്ലെങ്കിൽ ലോക പ്രശസ്തനായ ക്രിസ്റ്റഫർ ഹിച്ചൻസ് എന്ന യുക്തിവാദിയുടെ ഒരു പുസ്തകമുണ്ട്, ദ മിഷണറി പൊസിഷൻ, അതിന്റെ പേര് ദ മിഷണറി പൊസിഷൻ. ആ പുസ്തകം എൻ്റെ ശ്രോതാക്കൾ, ഇപ്പൊ കേൾക്കുന്ന ആളുകൾ എല്ലാവരും അത് വായിച്ചിരിക്കണം. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് മിഷണറിമാർ ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഞാനോ നിങ്ങളോ സംഘപരിവാരകാരോ ഒന്നും എഴുതിയതല്ല. ക്രിസ്റ്റഫർ ഹിച്ചൻസ് എന്ന ലോക പ്രശസ്തനായ യുക്തിവാദിയാണ്. അദ്ദേഹത്തിന്റെ യുക്തിവാദം എന്ന് പറഞ്ഞാൽ അതിന്റെ മൂർച്ച സഹിക്ക വയ്യാതെ പാതിരിമാര് പള്ളി വിട്ട് യുക്തിവാദികളായിട്ടുണ്ട്. ലോകമെമ്പാടും ഇസ്ലാമിക ക്രിസ്ത്യൻ മതങ്ങളുടെ അധിനിവേശ സ്വഭാവത്തിന് അനുകൂലമായിക്കൊണ്ട്, നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ അനുചരനായിരുന്ന MN വിജയൻ മാഷ് പിന്നെ ഇതേപ്പറ്റി എഴുതിയിട്ടുണ്ട്. മാഷ് പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. മാഷ് പറഞ്ഞത് മിഷണറിമാർ മലയാളം പഠിച്ചതും മലയാള വിദ്യാലയങ്ങൾ തുടങ്ങിയതും മലയാളത്തെ ഉദ്ധരിക്കാനല്ല, മതം പ്രചരിപ്പിക്കാനാണ്. ഗുണ്ടട്ട് സാഹിബ് മലയാള നിഘണ്ടു ഉണ്ടാക്കിയത് മലയാള ഭാഷയുള്ള സ്നേഹം കൊണ്ടല്ല, ബൈബിൾ മൊഴിമാറ്റം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ലോകത്തെല്ലായിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന്റെ പിന്നിലുള്ള മതപരിവർത്തനത്തെ, ഉദാഹരണം പറഞ്ഞാൽ എന്തിനാണ് പൊതുവിദ്യാലയം എന്ന് പറഞ്ഞല്ലോ, വിദ്യാലയങ്ങൾ എന്തിനാണ് തൊട്ടടുത്ത പറമ്പിൽ തന്നെ, അല്ലെ അതേ പറമ്പിൽ തന്നെ പള്ളിയും അതിനകത്ത് ആരാധനയും. എനിക്കറിയാം വളരെ സട്ടിലായിട്ടുള്ള പ്രഷർ കൊടുത്തുകൊണ്ടാണ് കുട്ടികളെ, ഹോസ്റ്റലിലുള്ള കുട്ടികളെ വരെ ഇവരെല്ലാ ദിവസവും മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ ഹിന്ദു കുട്ടികളെ കൊണ്ടുപോകുന്നത്. മുസ്ലിം കുട്ടികൾ പോവില്ല. മുസ്ലിം കുട്ടികളെ 2 തവണ നിർബന്ധിച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ അച്ഛന് വിവരം അറിയുന്നുള്ളതുകൊണ്ട്, ഹിന്ദുക്കൾക്ക് അങ്ങനെ ചോദിക്കാനും വരാൻ ആരും ഇല്ലാത്തതുകൊണ്ടും, ഹിന്ദു നേതാക്കൾ പല അരമനയിൽ പോയിട്ടാണ് ആഹാരം കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഹിന്ദു സമൂഹത്തിന് ചോദിക്കാനും പറയാൻ ഇപ്പൊ ആരും ഇല്ല. ഇപ്പൊ ഹിന്ദുക്കളെ മതം മാറ്റി കൊണ്ടുപോയാലും ആരും അത് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക ഇപ്പോൾ ഉള്ളൂ. പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ പോയിട്ട് ഈ മതപരിവർത്തന ശ്രമങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതിന്റെ കാരണം എന്താണ്? അപ്പൊ അടി കിട്ടും. ആ സെക്കൻഡിൽ പല്ല് 32 ഒരു താഴെ തല്ലിടും. അതാണ്, നമുക്കതില്ല. നമ്മളുടനെ നമ്മുടെ നേതാവ് അപ്പൊ ചിലപ്പോ അരമനയിൽ ബിഷപ്പിന്റെ പാദം നമസ്കരിക്കുകയും അവിടുന്ന് അപ്പവും മുട്ടയും കഴിക്കുകയായിരിക്കും. ഈ ദുർവിധി നമ്മുടെ തലയ്ക്ക് മേലെ ഉണ്ടെന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചത്. അതായത് ആരെയാണോ ശരിക്കും നമ്മൾ ശത്രുപക്ഷത്ത് കാണേണ്ടത്, ആരുടെ പ്രവർത്തനങ്ങളെയാണോ നമ്മൾ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ കരുതിയിരിക്കേണ്ടത്, അവരോട് രഹസ്യമായി കൂട്ടുകൂടുക എന്ന വളരെ വൃത്തികെട്ട നയം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നേ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ. അതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗുരുപൂജ, അങ്ങനെയാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യമാണ്. സ്കൂളിൽ നിന്ന് നിങ്ങൾ പള്ളിയിൽ പോയി തൊഴുതിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ക്ലാസ്സിൽ വരാൻ. അത് വളരെ സട്ടിലായിട്ട് പ്രഷറൈസ് ചെയ്യും അവർ എല്ലാ സ്കൂളിലും, ക്രിസ്ത്യൻ സ്കൂളുകളിൽ. അത് നിർത്താൻ പിണറായി വിജയനോ അല്ലെങ്കിൽ ഗോവിന്ദ മാഷക്കോ അല്ലെങ്കിൽ ശിവൻകുട്ടിക്കോ ധൈര്യമുണ്ടോ, നട്ടല്ലുണ്ടോ? എന്തിനാണ് ഞാൻ വിദ്യാഭ്യാസത്തിന് പണം കൊടുത്തിട്ടാണ് പോകുന്നത് സ്കൂളിൽ. ആ സ്കൂളിൽ ഹോസ്റ്റൽ താമസിക്കുന്ന എന്നോട് സന്ധ്യയ്ക്ക് വെറുതെ ഇരിക്കുന്നത് പള്ളി പ്രാർത്ഥിക്കാൻ, മുട്ടിപ്പാ പ്രാർത്ഥിക്കാൻ വരാൻ പറയാം. എത്രയോ കുട്ടികൾ, ഇതൊന്നും നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞാൽ നാളെ ആയിരക്കണക്കിന് കുട്ടികൾ പരാതി പറയും. പക്ഷെ അതിൽ പരാതിയില്ല, അവരുടെ മതത്തിലേക്ക് പോയാൽ കുഴപ്പമില്ല എന്ന രീതിയിൽ എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന ദുർബലമായ നട്ടല്ലൂരിയ നയം കൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ പൂജ ചെയ്താൽ അല്ലെങ്കിൽ പാദപൂജ ചെയ്താൽ, അത് ഞാൻ ചോദിക്കട്ടെ, അനാദ്യനന്തമായ പരമ്പരയാണിത്, ഗുരു പരമ്പരയാണിത്. നമ്മളൊരു പൂജ ചെയ്യാൻ ഇരിക്കുമ്പോൾ പോലും ശിവാദി ശ്രീ ഗുരുഭ്യോ നമൻ പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ശിവൻ തുടങ്ങിയ ഗുരുക്കന്മാർക്കല്ല നമസ്കാരം നമ്മുടെ എല്ലാ പൂജയും ചെയ്യുന്നത്, ക്ഷേത്രത്തിലായിക്കോട്ടെ സ്വകാര്യ പൂജയായിക്കോട്ടെ. അപ്പം പരമശിവനിൽ നിന്ന് വന്നതാണ് 64 കലകൾ എന്ന് വിശ്വസിക്കുന്ന ജനതയാണ്. നൃത്തമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, വാദ്യ കലകളായിക്കോട്ടെ, അതെല്ലാം ഒരു ഗുരു എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പൊ നമ്മുടെ VS അച്യുതാനന്ദൻ എല്ലാ ദിവസവും യോഗ ചെയ്യുന്ന ആളാണ്. അത് 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിന് ചിദംബരനാഥ് എന്ന് പറഞ്ഞ യോഗ ഗുരു ഉണ്ട്. ഇപ്പൊ എന്തും പഠിപ്പിക്കുന്ന ഗുരുവുണ്ട്. ആ ഗുരുവിനോട് വണക്കം കാണിക്കുക, ഗുരുവിനോട് റെസ്പെക്ട് കാണിക്കുക, അതിന് ടോക്കൺ ആയിട്ട് ഒരു ക്രിയ മാത്രമാണത്. ഞാൻ ചോദിക്കട്ടെ, വെട്ടുകൊണ്ട് ചത്തൊരു ക്രിമിനൽ, അവന് വേണ്ടി നിങ്ങൾ കവലയുടെ സൈഡിൽ ഒരു ചുവന്ന ഒരു ത്രികോണം, ഒരു തൊപ്പി, കോമാളി തൊപ്പി പോലെ ഉണ്ടാക്കി വെക്കുന്നു. അവിടെ പോയിട്ട് നിങ്ങൾ പ്രഭാത പേര് നടത്തിയിട്ട് ഇങ്ങനെ കൈ ചുരുട്ടിപ്പിടിച്ച് എന്ത് കാണിക്കുകയാണ്? അതിന്റെ അർത്ഥം എന്താണ്? ഈ ചത്തവൻ അത് കാണുന്നുണ്ടോ? ജീവിക്കുന്നു. നിങ്ങൾക്കത് വളരെ പവിത്രമാണ്, നിങ്ങൾക്കത് പവിത്രമാണ്, അത് ചോദിക്കാൻ പാടില്ല.
മരിച്ചുപോയ ഞങ്ങളുടെ സഖാവിന് ഞങ്ങൾ രക്തപുഷ്പാഞ്ജലി അർപ്പിക്കുന്നു, രക്തഹാരം അണിയിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ കൈ ഉയർത്തിയും മുഷ്ടി ചുരുട്ടി ആകാശത്തിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വിപ്ലവം ജയിക്കുന്നു. അപ്പൊ ഓരോരുത്തർക്കും പ്രതീകാത്മകതയുണ്ട്. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും കമ്മ്യൂണിസ്റ്റിനും ഒക്കെ ഉണ്ട്. എല്ലാം മതങ്ങൾ തന്നെ. കമ്മ്യൂണിസം ഒരു മതം തന്നെയാണ്. അപ്പോ അവർ ഇപ്പോൾ നമ്മളെ എതിർക്കുമ്പോൾ നമ്മൾ അതിനെ ശക്തമായി എതിർക്കേണ്ടി വരുന്നത് ഒരു മതം മറ്റൊരു മതത്തെ എതിർക്കുന്നു എന്ന നിലയ്ക്കുമ്പോൾ തന്നെയാണ്. കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയുടെ ഉള്ളിൽ ഇപ്പോൾ ഭരിക്കുന്നത് ജിഹാദിസമാണെന്ന് സംശയിക്കേണ്ട കാലഘട്ടമാണ്. ഒരു തരത്തിലും ആർക്കും ഹാനി ഉണ്ടാക്കാത്ത ഗുരുപൂജയെ, കുട്ടികൾ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഗുരുപൂജയെ നിങ്ങൾ എതിർക്കുകയും അതിനെ അങ്ങേയറ്റം വഷളാക്കി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്ന എങ്ങനെയാണ്? പിന്നെ എന്റെ പ്രതികരണം ഈ ജനം ചാനലിലൂടെ വന്നതുകൊണ്ട് നാളെ ശിവൻകുട്ടി തിരുത്തുന്നു ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പി ഗോവിന്ദപിള്ള എന്ന് പറഞ്ഞ മഹാനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ താത്വിക ആചാര്യന് പോലും ഉണ്ടായ അവസ്ഥ എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താത്വികമായ അടിത്തറ ഞാനൊക്കെ പിന്നെ ലോക രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ വേണ്ടി ദേശാഭിമാനിയിലെ ഗോവിന്ദപിള്ള സാറിന്റെ ലേഖനം വായിക്കുമായിരുന്നു. ആ മനുഷ്യന്റെ ഒക്കെ അവസ്ഥ എന്താണ്? ആ മനുഷ്യനൊക്കെ പിണറായിസം വളർന്നു വന്ന കാലത്ത് ബ്രാഞ്ച് തലത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് ഉണ്ടായത്. വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞ പോലെ. അപ്പൊ താത്വികമായും വിവരമുള്ളവർക്ക് ഒരു സ്ഥാനവുമില്ലാത്ത, ഗുരുക്കന്മാർക്ക് ഒരു സ്ഥാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗുരുപ്പിഴയാണ്. കാരണം ഇപ്പോ പിന്നെ എം.എൻ. വിജയൻ മാഷ് പിണറായി വിജയനെ ബ്രണ്ണൻ കോളേജിൽ പഠിപ്പിച്ച മലയാള അധ്യാപകനാണ്. അപ്പൊ അതിഗംഭീര പ്രാസംഗികനും അതിഗംഭീരനായ എഴുത്തുകാരനുമാണ്. അദ്ദേഹം മരിച്ചപ്പോ പിണറായി വിജയന്റെ വാക്കെന്തായിരുന്നു? നല്ല കലാലയ അധ്യാപകനായിരുന്നു എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഗുണം ചെയ്തിട്ടില്ല. അപ്പം സാമ്പത്തിക അടിത്തറയിൽ സാമ്പത്തിക ലക്ഷ്യത്തോടു കൂടി ഭരണത്തിലെത്താൻ വേണ്ടി പാർലമെന്ററി വ്യാമോഹത്തോട് പ്രവർത്തിക്കുന്ന വെറും ഒരു വ്യവസായ സംഘടനയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൽ നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ മറ്റു മതങ്ങളിലേക്ക് കടന്നുണ്ടാകുമ്പോൾ അതിനെ സുശക്തമായി പ്രതിരോധിക്കേണ്ടത് ഓരോ ഹിന്ദുവിന്റെയും ചുമതലയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, ടീച്ചർമാർക്ക് പിന്നെ കുഴിമാട ഒരുക്കുക, ടീച്ചർമാരുടെ കസേര കത്തിക്കുക, പ്രിൻസിപ്പൾമാരെ ഖറാവ് ചെയ്യുക, വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ കരണം തടിച്ച് നിലത്ത് വീഴ്ത്തുക, പിന്നെ വെടിവെപ്പ് നടത്തിയിട്ട് അല്ലെങ്കിൽ അക്രമാസക്തമായ സമരം നടത്തിയിട്ട് വെടികൊണ്ടിട്ട് പിന്നെ ചത്തുപോവുക, ഇതൊക്കെ ചെയ്തവര് അതേ നയങ്ങൾ വീണ്ടും അവതരിപ്പിച്ചവരാണ്. അപ്പോ സത്യം പറഞ്ഞാൽ പ്രൈവറ്റൈസേഷന്, ഗ്ലോബലൈസേഷന് അല്ലെങ്കിൽ ലിബറലൈസേഷന്, ക്യാപിറ്റലിസത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകം എന്താണെന്നറിയോ? ക്യാപിറ്റലിസം വളരണമെങ്കിൽ കമ്മ്യൂണിസം വേണം. അത് നേരത്തെ ഞാൻ പറഞ്ഞു, മുതലാളിയുടെ ചൊൽപ്പടിക്ക് മുതലാളി പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിസം നിലനിൽക്കണമെന്നും വീണ്ടും അധികാരത്തിൽ വരണമെന്നും അതിനുവേണ്ടി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ചോദ്യം ചെയ്യാതിരിക്കണമെന്നുള്ള ബുദ്ധിയുള്ളവരാണ് മുതലാളിമാരെന്ന് മനസ്സിലാക്കിയാൽ തൽക്കാലം രക്ഷ പാർട്ടിക്കുണ്ടാവും.